ആർക്കിടൈപ്പ് നെഗറ്റീവായിട്ട് കിടക്കുമായിരിക്കും. അത് അമ്മ എന്ന് പറയുമ്പോ ആ സംഭവം അമ്മ ഓൾറെഡി ഇപ്പൊ തിരുമേനാണ് സംസാരിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും അമ്മ ആ ഒരു നെഗറ്റീവിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വീട്ടില് വളരെ സ്പിരിച്വലി വീക്ക് ആയിട്ടുള്ള ആളുകളുണ്ടാവും. സ്പിരിച്വലി അവർ വളരെ വീക്കായിരിക്കും. അവരിലൂടെയാണ് ഈ ആഭിചാര ബാധാദോഷങ്ങളും സംഭവങ്ങളും ആദ്യം കയറുന്നത്. ഒരു ഹോള്, ഒരു കപ്പലിനകത്തല്ല ഒരു ഹോളെന്ന് പറഞ്ഞു, അവരിലൂടെ ഇത് കയറിയിട്ട് വെള്ളം കയറുന്ന അങ്ങനെ ടൈറ്റാനിക്കിലായ മഞ്ഞുമല ഇടിച്ചൊക്കെ ഹോളുണ്ടായി. ഇത്രയും വലിയ കപ്പൽ മുങ്ങിയത് അങ്ങനെ. അവരിലൂടെ ഈ ബാധാവിഷയങ്ങൾ നെഗറ്റീവ് എനർജി കയറിയിട്ട് അവരൊരു വഴക്കുണ്ടാക്കും. അവർക്ക് സ്ഥിരം വഴക്കുണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ അതിന് പ്രതികരിക്കുന്ന ആൾക്കാർ അതിൽ കുറച്ചുകൂടെ വീക്കായിട്ട് പവറായിട്ട് നിൽക്കുന്ന, പക്ഷെ ഇത്രയും പവറിൽ അതിന്റെ നെക്സ്റ്റ് ലെവൽ വീക്കായിട്ടിരിക്കുന്ന ആൾ അതിനേക്കാൾ ശകലം ഭേദമാണ്, പക്ഷെ വീക്കാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും വീക്കായിട്ടുള്ള ആളിലേക്ക് ഇത് കയറും. അയാളുടെ ബ്രെയിൻ കെമിക്കൽസിന് നെഗറ്റീവാണ്. അയാൾ അധികം ഏറ്റുപിടിക്കുന്നു. മറ്റുള്ളവരെ എന്തെങ്കിലും ആട്ടെ പോട്ടെ പുല്ല് എന്ന് വെക്കുന്ന ഒരവസ്ഥയാണ്. അതിലേക്ക് ഇത് കയറും. അത് മിക്കവാറും വീടുകളിൽ സംഭവിക്കുമ്പോൾ ഒരു വീട്ടിന്റെ ഒരു ഒരു ബന്ധം കെട്ടുറപ്പം എന്ന് പറഞ്ഞാൽ വളരെ ഒന്നിച്ച് വളർന്ന ആളുകളൊക്കെ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാലും അവർ നമ്മൾ പോട്ടെന്ന് വെക്കും, ഇങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെന്ന് വെക്കും. അങ്ങനെയല്ലേ ഇത്രയും വളർന്നു. ചിലപ്പോൾ മൂന്നാമത് ഒരാൾ വന്നു കയറുന്ന ഒരു സ്ത്രീ ആയിരിക്കും. ചിലപ്പം അവർക്ക് ഇത്രയും ഒരു ബന്ധം ബോണ്ടേജസ് ഉണ്ടാവില്ല. അവരായിരിക്കും ചിലപ്പോൾ ഏറ്റുപിടിക്കുന്നത്. അവരേറ്റുപിടിക്കുന്ന അവരുടെ കുഴപ്പമാണോ? അല്ല, അവർക്കുള്ള അത്രയും ബോണ്ടേജ് ഇവർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല, ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ ആള് പവർഫുൾ ആണെങ്കിലും ഈ വീട്ടിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആൾ അയാളായിരിക്കും. ഇപ്പൊ നിങ്ങൾ തമ്മിലൊക്കെ ഒരു ബന്ധം ഉണ്ടാകും, നിങ്ങൾ പറഞ്ഞാലും പിന്നെ പോട്ടെന്ന്. പക്ഷെ ഈ വന്നു കയറിയ ആള് ചിലപ്പോൾ അതൊക്കെ പറ്റിയെന്ന് പറയത്തില്ല. അത് നിങ്ങൾ ഒരാളും കൂടെ വരുമ്പോ അറിയാം. ഇപ്പൊ അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ആ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വീക്കുള്ള ആളിലേക്ക് കയറി, അതിന്റെ വീക്കുള്ള ആളിലേക്ക് കയറി, അതിന്റെ വീക്കുള്ള ആളിലേക്ക് കയറി, അങ്ങനെ കയറി 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 മൊത്തത്തിൽ പ്രശ്നമായി കഴിയുമ്പോൾ ഈ മെയിൻ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകൾ വീക്കാവും. അവരുടെ സാധനയൊക്കെ മുടങ്ങുന്നു, ഉപാസനയൊക്കെ മുടങ്ങുന്നു, അതിൽ മനസ്സർപ്പിക്കാൻ പറ്റുന്നില്ല, യാന്ത്രികമായ ഉപാസന ചെയ്യുന്നു. പറയുമ്പം കൂടുതൽ ജീവിക്കുന്നുണ്ട്, പക്ഷെ കെമിക്കൽ പോയി കിടക്കുക. നെഗറ്റീവ് കെമിക്കലാണ് പറയുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. ഇതൊക്കെ സെൻസ് ചെയ്യാൻ പഠിച്ചോണം എന്ന് പറഞ്ഞ് ഇതൊക്കെ സെൻസ് ചെയ്ത് തന്നെ ഉറപ്പുവരുത്താൻ പഠിക്കണം. സങ്കല്പിച്ച് ഉറപ്പുവരുത്തിയ മാനസിക രോഗിയായിട്ട് മാറും. എല്ലാം ബാധയാണോ, പ്രേമമാണോ, അതാണോ, ഇതാണോ, മൊത്തം അവൻ എനിക്കെതിരെ ചെയ്യും, ഇവന് മൊത്തം ഇവനൊരു ശരിക്കും മണിച്ചിത്രത്താഴ സിനിമയിലെ കുതിരവട്ടം പപ്പ ഒരു മാനസിക രോഗി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. പക്ഷെ എന്നാ അല്ല, ശോഭനയുടെ വിട്ടൊരു മാനസിക പ്രശ്നമില്ല. മനസ്സിലായി? അതാണ് റിയൽ ആഭിചാരവും അല്ലെങ്കിൽ അല്ലാത്ത ഇതും തമ്മിൽ ചിന്തിച്ചുണ്ടാക്കുകയാണ്. മനസ്സിലായി? എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് ഉണ്ടെന്നുള്ളതിൽ അങ്ങനെ ഫുള്ള് മാനസിക പ്രശ്നമായിട്ട് പോകുന്നവരുണ്ട്. മനസ്സിലാവുന്നു? അത് ഈ പ്രാണിക് ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. കാരണം അവർക്ക് ദേവത ഇങ്ങനെയുള്ള സംഭവമില്ലല്ലോ. അതുകൊണ്ട് നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എല്ലാം ഇതായിട്ട് തോന്നും. എന്നിട്ട് ഈ വായുവിലൊക്കെ അങ്ങ് നെഗറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാത്തവരുണ്ട്. എന്നിട്ട് മെലിഞ്ഞ് അങ്ങനെയുള്ള കേസുകളുണ്ട്. സീരിയസ് ആയിട്ട് അവർക്ക് അത് മനസ്സിലേക്ക് കയറി ഈ തോന്നലുകളൊക്കെ മനസ്സ് എന്നിട്ട് അങ്ങ് വർത്തിക്കുക. റിയൽ എനർജി ആദ്യം ഉണ്ടായിരുന്നു, അതിന് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, അതിന്റെ ഇത് ബാധകളൊക്കെയാണ്. മനസ്സിലാവും? അത് അവർക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പിന്നെ ഇത് ഈ ടെൻഷൻ കൂടും. നെഗറ്റീവ് എനർജി തന്നെ പിടിക്കും. കാരണം നെഗറ്റീവ് എനർജി പിടിച്ചിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും മറ്റുള്ളവരുടെ അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസും കൂടെ വരുമ്പോഴത്തേക്കും ഭയം വരും ശരിക്കും. അപ്പൊ പിന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാവും. അത് OCD ആയിട്ട് മാറും, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. അപ്പൊ കൈയൊക്കെ ഒരുപാട് തവണ കഴുകും, നെഗറ്റീവ് എനർജി പോകണം. വായുവിലൊക്കെ കൊന്തിരിക്കൊക്കെ ഇട്ട് ഇങ്ങനെ പുകയ്ക്കും, എപ്പോഴും പുകയ്ക്കാത്തതൊക്കെ. കാര്യം എന്താ? ഈ നെഗറ്റീവ് എനർജി പോകാനാണ്. മനസ്സിലാവും? ഇപ്പൊ ഭക്ഷണത്തിലൊക്കെ ഉണ്ട് ഇതായാലും. ഭക്ഷണമൊക്കെ ഉപ്പൊക്കെ തളിച്ച് ശുദ്ധീകരിച്ചിട്ട് എല്ലായിടത്തും ഉപ്പാ. അങ്ങനെ വീടിന്റെ ജനല്, ഇരുമ്പിന്റെ ജനല് അതൊക്കെ പോയി ദ്രവിച്ച് ഉപ്പ് പുരട്ടി ഭീകരാവസ്ഥയാണ്.
അവിടെ നമ്മൾ ഉപാസനയൊക്കെ ചെയ്യണം. ഉപാസന ചെയ്യാൻ പറ്റിയ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ദേവതയെ കൊണ്ടുവരണം. അപ്പം ശരിക്കും അതൊരു എക്സ്ട്രീം ഓയിലൊക്കെ ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങേ അറ്റത്തിലാണ് നിൽക്കുന്നത്. അത് ഒറ്റയടിക്ക് പറ്റത്തില്ല. പലതവണ കൗൺസിലിങ്ങും, പലതവണ വന്ന് കൗൺസിലിങ്ങും വിവാസനയും മെഡിറ്റേഷനും ഇതൊക്കെ ചെയ്തേ കറക്റ്റ് ആവുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് തിരുമേനി പറയുമ്പോൾ മനസ്സിലാവും. കാരണം അവര് ഒരു ഓൾറെഡി ഒരു ആശയം ഉണ്ടല്ലോ. അതുപോലത്തെ ഭയങ്കരമായി ഇതിനകത്ത് ഇത് ചെയ്തിരിക്കുക. അതാ എല്ലാത്തിനും സമർപ്പണം വേണമെന്ന് പറയും. സമർപ്പണം ഭയങ്കര പ്രധാനമാണ്. എന്നെങ്കിലേ അത് വർക്കൗട്ട് ആവത്തുള്ളൂ. ശകലമെങ്കിലും സമർപ്പിക്കണം. അപ്പോൾ അത് പിന്നെ മാനസിക ഒരുപാട് പ്രശ്നമുണ്ട്. മരുന്ന് കഴിക്കേണ്ടി വരും. അവിടെ നമ്മൾ സൈക്യാട്രി റെഫർ ചെയ്യും. മരുന്ന് കഴിച്ചിട്ട് മാത്രമേ, നമ്മളിതെല്ലാം ക്ലബ് ചെയ്തല്ലേ ചെയ്യുന്നത്, നമ്മളൊന്നും എതിരല്ലല്ലോ. അവിടെ മരുന്ന് കഴിച്ചിട്ട് അവർ നോർമലൈസ് ചെയ്തിട്ട് ബാക്കി കൗൺസിൽ ചെയ്ത് ഉപാസന കൊടുത്ത് കറക്റ്റ് ചെയ്തെടുക്കുക. അതാണ് ഈ എനർജിയെ കുറിച്ച് വിജിലൻ്റ് ആയിരിക്കുക. ഈ വീക്കായിട്ടുള്ള ആളുകൾ അവരെങ്ങനെ വീക്കാവുന്നു, ആ വീക്കാവുന്ന ഇടയ്ക്ക് നമ്മളൊന്ന് ശുദ്ധീകരിക്കുക, അവരെ ഹീൽ ചെയ്യുക, അല്ലെങ്കിൽ അവരെ അമ്പലത്തിൽ കൊണ്ടുപോയി ഇരുത്തി നമ്മളീ പറഞ്ഞുകൊണ്ട് വായിച്ച് മാറ്റുക. ഇങ്ങനെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ അമ്പലത്തിൽ പോയാൽ മതി, ഒറ്റാനിക്കര പോയാൽ ഗുരുതി പൂജ പങ്കെടുത്താൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ അടുത്തുള്ള ഏത് അമ്പലമായാലും, ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ നിങ്ങളുടെ അടുത്തുള്ള അമ്പലം ഏതാണ് അവിടെ അതാണ് എപ്പോഴും ആക്സസബിൾ. ഒറ്റാനിക്കര വരെ പോകാൻ പറ്റത്തില്ലെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുക, അവിടെ നിന്ന് ജപിക്കുകയും ഒരു ഭസ്മം ഒന്ന് ഒഴിഞ്ഞിടാൻ തിരുമേടൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞിടും. അപ്പോൾ ഒരു ആശ്വാസമൊക്കെ കിട്ടും. ചിലടൊക്കെ ജപിച്ച് കെട്ടി ഒരു ഉപാസനയൊക്കെ. അപ്പോൾ ആ ഉപാസന സ്ട്രോങ് ആക്കി നിങ്ങളൊന്ന് ജപിക്കുക, ആളിനെ സങ്കല്പിച്ച് നിങ്ങളൊന്ന് ഹീൽ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ ഉപാസകരാണ്, നിങ്ങൾക്ക് ആ പവർ വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ജപിച്ച് ഒന്ന് ഭസ്മം കൊടുത്തു കഴിഞ്ഞ് സങ്കല്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ജപം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള മന്ത്രജപമൊക്കെ മുഴങ്ങട്ടെ. ഓഡിയോ പാട്ടൊക്കെ ഇടുക, ദേവിയുടെ ഒക്കെ പാട്ടുകളിടാം. അതായത് ഉറക്കെ ഒരു പാട്ട് ശകലം ഒരുപാട് സൗണ്ട് ഇല്ലാതെ വീട്ടിൽ ഒരു സ്പീക്കർ വാങ്ങിച്ചു, മറ്റേ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിച്ചാലേ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളും ഒക്കെ. അതൊക്കെ നല്ലതാണ്. നല്ല മണം 5 സെൻസിൽ കൂടെ പോസിറ്റീവ് വരട്ടെ. അപ്പോൾ ഇതൊക്കെ അങ്ങ് കുറയും, ബാധയ്ക്കൊന്നും കയറാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. പിന്നെ നമ്മൾ അവെയറാകും. ടൈറ്റാനിക് ഇങ്ങനെയാണ് വെള്ളം കയറുന്നതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളൊക്കെ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതിനെന്ത് ചെയ്യണം, ഈ പവർ ഉള്ളവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കലും കളയരുത്. അപ്പൊ ഇതിപ്പോ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് ഇതെങ്കിലും പറയാൻ പറ്റും. ഇല്ലെങ്കിൽ പണിയുടെ എപ്പം നിങ്ങൾ ആടിയായി നോക്കിയാൽ. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതെല്ലാ വീട്ടിലും ഉള്ള, എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? വലിയ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ വീടുകളിലും ഉള്ളതാണ്. ഇതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. ഈ ഹോള് വഴി കയറി മൊത്തത്തിൽ ബാധിക്കാതെ മേലിൽ ഇങ്ങോട്ട് പവർ കൊടുത്ത് വരണം. അപ്പം ഈ ഹോളിനകത്ത് കൂടെ കയറി മൊത്തം നിറയുന്നതിന് പകരം മേലിൽ നിന്ന് ഇങ്ങോട്ട് പവർ കൊടുത്ത് ആ ഹോള് വരെ കൊണ്ടങ്ങ് അടയ്ക്കണം. മനസ്സിലായി? അവനെ കയറത്തില്ല. അത് എങ്ങനെ പറഞ്ഞാലെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ ആ എനർജിയുടെ ഇത് മനസ്സിലായാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. ഈ എനർജി ലോകത്ത് നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. ഇത് മനുഷ്യരായിട്ട് കാണുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകാൻ പറ്റുന്നത്. മനുഷ്യൻ എന്നൊരു സാധനമേ ഇല്ല. മനുഷ്യൻ എന്നൊരു സംഭവമേ ഇല്ല. നമ്മൾ ഈ പറയുന്നോട്ട് ഞാൻ ചെയ്യുന്നു, അല്ലെ നിങ്ങൾ ചെയ്യുന്നു, ഇന്ന പേരിട്ടിട്ട് ശ്രീധരൻ നമ്പൂരി ചെയ്യുന്നു, അയാൾ ചെയ്യുന്നു. ഞാനിന്ന് ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനല്ല ചെയ്യുന്നത്, എന്നിലൂടെ ദേവതകളാണ്. മനസ്സിലാവുന്നുണ്ട്? മനസ്സിലായി? ഈ ദേവത ലോകത്തെ കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് പോലും വട്ടടിക്കും. മറ്റേ ലേനയൊക്കെ പറഞ്ഞു ഞാനല്ല. പിന്നെ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഞാനല്ല. അവതാരം ഇങ്ങനെ വട്ടടിച്ചു നിങ്ങളല്ല. പിന്നെ അപ്പം മനുഷ്യൻ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ എനർജി സത്യമാണെന്ന് മനസ്സിലാവുന്ന അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായ? കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷെ ആ ഹാർഡ്വെയർ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അത് അതിനകത്തെ സോഫ്റ്റ്വെയർ അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരാൾ കണ്ടിട്ട് കമ്പ്യൂട്ടറിന് വേർഡ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ടൈപ്പ് റൈറ്റർ ആണെന്ന് പറഞ്ഞാലോ നമ്മൾ എന്ത് പറയും? ഇത് ഈ ടൈപ്പ് റൈറ്ററിന്റെ സംഭവമല്ല ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് ടൈപ്പ് റൈറ്ററേ അല്ല. പിന്നെന്താ? ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അല്ലല്ല, ഇത് ടൈപ്പ് റൈറ്റർ അതുകൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ അർത്ഥത്തിലാണ് മനുഷ്യനൊരു സാധനം ഇല്ല പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ എനർജീസാണ് ഇതെല്ലാം കളിക്കുന്നതും ചെയ്യുന്നതും. മനസ്സിലാവുന്നുണ്ടോ? എനർജിയുടെ ഫീൽഡിലേക്ക് കടക്കും.
ദേവതകളുടെ ലേഖത്തിൽ വരുമ്പോൾ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഈ വെള്ളം കയറി വരാതിരിക്കാൻ കുടുംബ പരദേവതയെ ഉപാസിക്കും. ആ ഹോൾ അടയ്ക്കുന്ന സാധനം പരദേവതയാണ്. നമുക്കല്ലാതെ പോയി അടയ്ക്കാൻ പറ്റും. ഈ പരദേവത ഉണ്ടെങ്കിൽ ഇത് കയറാതെ നോക്കിക്കോളും. അത് നഷ്ടപ്പെട്ട ഹിന്ദുവിന്റെ യഥാർത്ഥ പ്രശ്നം. ഇപ്പം നമ്മൾ തന്നെ ശ്രീചക്രത്തിലുള്ള ഉപാസന സ്ട്രോങ് ആക്കിയാൽ പരദേവതയെ കൂടുതൽ ഉപാസിച്ചാൽ മതി. അപ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്തോളൂ. പക്ഷെ അതിന് പവർ കൊടുക്കണം, അതിനെ വലുതാക്കണം. അത് നമ്മൾ ചെയ്യണം. കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ അത് വലുതായിക്കോണമെന്നില്ല. നമ്മൾ ചെറിയൊരു സംവിധാനത്തിലാണ് നിങ്ങൾക്ക് തരുന്നത് ഉപാസന. ഒരു ചെറിയ പവറിൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ഒരു പവറിൽ അവിടെ തന്നെ അത് ബാറ്ററി ഡൗൺ ആകുന്നതിന് മുമ്പ് നിങ്ങളത് ജപിച്ച് കയറ്റി അത് വലുതാക്കി എടുത്താൽ അതെന്തും ചെയ്യും. അത് പിന്നെ വലിയ ജോലിയും കാര്യങ്ങളും വരുമാനം എല്ലാം കൊണ്ടുതരും. വേറെ ഒന്നും വേണ്ട. ഞാൻ തന്ന ആ ഒരൊറ്റ ശ്രീചക്രം അവിടെ വെച്ച് കൃത്യമായിട്ട് ഉപാസിച്ച് മുന്നോട്ട് പോകാൻ എല്ലാം നടന്നു. അതിനകത്ത് ഒരു പാളിച്ച വരാതെ ഹൃദയം കൊണ്ട് ഉപാസിക്കണം, തല കൊണ്ട് ഉപാസിക്കരുത്, ബുദ്ധി കൊണ്ട്. അപ്പൊ അമ്മയുടെ ആർക്കിടൈപ്പ്, അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ സങ്കല്പമാണ്. അതൊരു സ്ത്രീയല്ല. ഈശ്വരനാണ് അമ്മയിലൂടെ നമ്മളിലേക്ക് കെയർ കാര്യങ്ങളും എല്ലാം തരുന്നത്. നമ്മുടെ അമ്മ എന്നുള്ളതിലുപരി ഒരു സങ്കല്പമാണ് അമ്മ എന്ന് പറയുന്നത്. ആദിപരാശക്തിയുടെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മുടെ അമ്മയിലൂടെ നമുക്ക് കിട്ടുന്നത്. അത് തന്നെ നമുക്ക് ചെറുപ്പത്തിൽ നമ്മളെ അങ്ങനെ നോക്കി, ആ ചെറുപ്പത്തിലുള്ളത് മാത്രം നോക്കിയാൽ മതി. അതാണ് അമ്മ എന്ന് പറയുന്നത്. അതൊരു കൺസെപ്റ്റാണ്, ഒരു ആർക്കിടൈപ്പാണ്. അമ്മ എന്നുള്ളതിനെ നമ്മൾ ഇപ്പോൾ നമ്മളോട് ഓപ്പോസിറ്റ് പെരുമാറുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞെടുക്കരുത്. ഈ മാതൃത്വം എല്ലാ മൃഗങ്ങളിലും ഇല്ലേ? ചില കിളിയുടെയൊക്കെ കൊച്ചിനെ എടുക്കാൻ ചെന്നാൽ വിവരം അറിയും. അല്ല ചില കോഴി അല്ല ചില സംഭവങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളെ എടുക്കാൻ ചെന്നാൽ അതുങ്ങളുടെ വിവരം മാറണം. അതെങ്ങനെ അറിയാതെ? അത് വലുതായി അവർക്കതില്ല. പൂച്ച, ഞാൻ പറഞ്ഞ മനസ്സിലായോ? പൂച്ച എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് ആ മക്കളും പെമ്മക്കളും ഉണ്ട്. വലുതായ ഒരു പുരുഷനായ പൂച്ച വലുതായി കഴിഞ്ഞാൽ ഈ അമ്മ ആ പുരുഷൻ പൂച്ചയായിട്ട് മകനുമായിട്ട് സെക്സിൽ ഏർപ്പെടും. അടി കിട്ടും? ഇല്ലല്ലോ. പൂച്ചയുടെ കാര്യം പറഞ്ഞു. മനസ്സിലായോ? മനുഷ്യൻ ചെയ്യുമോ? അതെന്താ? അതെന്താ? അത് ബാക്കി എല്ലാ മൃഗങ്ങളും ചെയ്യുമല്ലോ. മനുഷ്യൻ ഈ മാതൃത്വത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. വിവേചന ബുദ്ധി കൂടുതലുണ്ട്. വികാര വിവേചന ബുദ്ധി കൂടുതലുള്ളതുണ്ട്. അപ്പൊ അമ്മ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്, അപ്പൊ ശരിക്കും നമ്മൾ ആ വ്യക്തിയാണോ നമ്മൾ അമ്മയായിട്ട് കരുതുന്നത്? ആ കൺസെപ്റ്റ്, അമ്മ എന്നുള്ള ആർക്കിടൈപ്പ്, അമ്മ എന്നുള്ള ഒരു ആശയം, ആ ആശയത്തിനെയാണ് നമ്മൾ അമ്മയായിട്ട് കാണുന്നത്. ആ ആശയത്തിൽ നിന്ന് വ്യതിരിച്ച് മോശമായിട്ട് പെരുമാറുന്ന ഒരു അമ്മയെ കൊല്ലുന്ന മകനെ നമ്മൾ കണ്ടിട്ടുണ്ട്, മകനെ കൊല്ലുന്ന അമ്മയും കണ്ടിട്ടുണ്ട്. അവിടെ അമ്മയാണോ മകനെ കൊന്നത്, ആ വ്യക്തിയാണോ കൊന്നത്? അല്ലെങ്കിൽ ആ അമ്മയെ കൊന്നത് വ്യക്തിയാണോ മകനാണോ? അപ്പൊ ഒരു മനുഷ്യന് ഇത് രണ്ടും ഉണ്ട്. ശരിയല്ലേ? അമ്മ എന്ന ആർക്കിടൈപ്പിനെയാണ് അവിടെ നമ്മൾ സ്നേഹിച്ചിട്ടുള്ളത്. ആ ആർക്കിടൈപ്പിനെ അനുഭവിക്കാൻ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ സ്ത്രീ ഒരു കാരണം, മീഡിയമായി. ഈ അമ്മ മാതൃത്വ ഭാവം ഒരു പർട്ടിക്കുലർ ടൈമിലേക്കാണ് മൃഗങ്ങൾക്ക് ഉള്ളത്. അമ്മ എന്നുള്ള ഭാവവും അമ്മയ്ക്ക് മകനവും കുട്ടിയോടുള്ള ഭാവവും. പക്ഷെ മനുഷ്യൻ ഇത് എപ്പോഴും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഉള്ളിലുണ്ടാവും. ഇത് പോകുന്ന അവസ്ഥകളും ഉണ്ടാവും. അപ്പൊ ഈ പോകുന്ന അവസ്ഥകൾ വെച്ചിട്ട് ഈ അമ്മ എന്നുള്ള ആർക്കിടൈപ്പിനെ വിലയിരുത്തുന്നത് തെറ്റാണോ ശരിയാണോ? നിങ്ങളുടെ അമ്മ എന്നുള്ള ആർക്കിടൈപ്പിനെ, ആ ആർക്കിടൈപ്പിന്റെ അമ്മ എന്നുള്ള ആശയം ഒരു വലിയ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഈ സ്ത്രീ പ്രവർത്തിക്കുന്ന അവസ്ഥകളുമുണ്ട്, മനുഷ്യനായിട്ട് പ്രതികരിക്കുന്ന അവസ്ഥകളുമുണ്ട്. അപ്പൊ മനുഷ്യനായിട്ട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ മനുഷ്യനാണ് അമ്മ എന്ന് വിശ്വസിക്കുന്നത് ശരിയോ തെറ്റോ?
അപ്പോൾ അമ്മ എന്നുള്ളത് നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ പ്രതീകം, സ്നേഹത്തിൻ്റെ പ്രതീകം, സഹനത്തിൻ്റെ പ്രതീകം, കാരുണ്യത്തിൻ്റെ പ്രതീകം, ക്ഷമയുടെ പ്രതീകം, ഇതൊക്കെ ആയിട്ടുള്ള അമ്മ എന്ന് പറയുന്ന ആ ഒരു ഈശ്വരൻ്റെ ദേവി ആദിപരാശക്തി ആ കുറച്ച് ദിവസം നിങ്ങൾ ഉണ്ടായ സമയത്ത് മുതൽ കുറേ നാളത്തേക്ക് നിങ്ങളെ ടേക്ക് കെയർ ചെയ്ത് നിങ്ങളെ രക്ഷപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന അവസ്ഥ വരെ നിങ്ങളുടെ അമ്മയിലൂടെ പ്രവർത്തിച്ചു. അതേ ആദിപരാശക്തി എന്ന പട്ടിയുടെയും പൂച്ചയുടെയും കോഴിയുടെയും ഒക്കെ അമ്മമാരിലൂടെ പ്രവർത്തിക്കുന്നു. അതേ ആദിപരാശക്തിയെ നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈശ്വരനെ നമ്മൾ മനുഷ്യനാക്കുന്ന തെറ്റല്ലേ? മനുഷ്യനെ ഈശ്വരനാക്കി മാറ്റുക. അപ്പം എല്ലാവരിലും ഈ അമ്മയെ കാണുക, എല്ലായിടത്തും നമുക്ക് ഈശ്വരനെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും അറിയാനും പറ്റണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ ചൈതന്യത്തെ കൊണ്ടുവന്ന ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുന്നത് ശരിയാണോ? ഇപ്പം മാതാ അമൃതാനന്ദമയി, അവിടുന്ന് ചില ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ചർച്ച ചെയ്യാറൊക്കെ ഉണ്ട് ആത്മീയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇത് ലോകം മുഴുവൻ നടന്നേക്കുന്ന ആദിപരാശക്തിയെ പള്ളിക്കാവിലിരിക്കുന്ന ഒരു സ്ത്രീയിലേക്ക് ചുരുക്കാതെ ആ സ്ത്രീയെ ലോകം മുഴുവൻ നിൽക്കുന്ന ആദിപരാശക്തിയാക്കി മാറ്റുക. കല്ലിനെയും പഞ്ചലോകത്തിനെയും വരെ വിഗ്രഹമായിട്ട് കാണാമെങ്കിൽ എന്തുകൊണ്ടൊരു മനുഷ്യനെ കണ്ടുകൂടാ? പാമ്പിനെ വിഗ്രഹമായിട്ട് കാണുന്നു, ആരാധിക്കുന്നു. കോരങ്ങനെ ആരാധിക്കുന്ന നാടാണ് നമ്മുടെ. സിംഹത്തിനെ ആരാധിക്കുന്നു, മത്സ്യത്തിനെ ആരാധിക്കുന്നു. എന്തിനാണ് ആരാധിക്കാത്തത്? മനുഷ്യനെ മാത്രം പറ്റത്തില്ല. എന്തുകൊണ്ട് യോഗ്യത മനുഷ്യനുണ്ട്. അപ്പം വള്ളിക്കാവിലിരിക്കുന്ന മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ ദേവിയായിട്ട് കണ്ടോളൂ, ആരാധിച്ചോളൂ, ഒരു തെറ്റുമില്ല. അതിലൂടെ വരുന്ന ആ ചൈതന്യമാവും. ആ ഒരു വ്യക്തിയുടെ ഈഗോ പോയി കഴിഞ്ഞാൽ അതിൽ കൂടെ ചൈതന്യം വരും, ദേവി ചൈതന്യം വരും, ഈശ്വരന്റെ ചൈതന്യം വരും. അത് നിങ്ങളിലൂടെ ആയാലും നിങ്ങളുടെ ഈഗോ പോയാൽ ഈശ്വര ചൈതന്യം അതിലൂടെ പ്രവഹിക്കാൻ തുടങ്ങും. സത്യസന്ധത ഉണ്ടെങ്കിൽ, അതാണ് ആ സത്യസന്ധത ഉള്ളപ്പോൾ നമ്മൾ പ്രപഞ്ചമായിട്ടങ്ങ് ലയിക്കും, ഈശ്വരമായിട്ടങ്ങ് ലയിക്കും. പിന്നെ ആ ഈശ്വരൻ അതിൽ കൂടെ ഫ്ലോ ചെയ്യും തുടങ്ങും. ലിവർ ടാപ്പിന്റെ തിരിക്കുന്ന ഈശ്വരൻ വരും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു വ്യക്തിയാണത്, ഈശ്വരീയത വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കുവാണെങ്കിലോ അത്രയും വലിയ ഈശ്വരനാണ് ഈ ഇരിക്കുന്നതെന്ന് കണ്ടാൽ ചെറുതായി. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ആളായി, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തും എന്നേക്കാൾ ചെറുതാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ആ വ്യക്തിയെ ഈശ്വരനാക്കി മാറ്റും, എന്നിട്ട് ആരാധിക്കണം. അപ്പൊ ഈശ്വരനെ ആരാധിക്കണം ആ വ്യക്തിയിലൂടെ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? കുടുങ്ങിപ്പോകും, ഗേറ്റിൽ കൊടുക്കും. എന്താ ഗേറ്റ് എന്ന് പറയുന്നത്? അതാണ് ഞാൻ മനുഷ്യരെ എതിരാണ് ഞാൻ പറഞ്ഞത്. സ്വാമിയെ നമുക്ക് ആരാധിക്കാം, ഗുരുവായിട്ട് ആരാധിക്കാം. ഇത് വരാതിരുന്നാൽ മതി, എന്നെയും കുഴപ്പമില്ല, ആരാധിക്കുന്നതിന് കുഴപ്പമില്ല. ഗുരുക്കന്മാരെ ഈ ഒരു സംഭവം വരരുത്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവും. അത്രേ ഡയറക്റ്റ് ഈശ്വരനെ ദേവിയാണ് ആരാധിക്കുന്നത്. അതിന് ഏത് ഉപാധികൾ വേണമെങ്കിലും ഉപയോഗിക്കും. അപ്പൊ അവിടെ അമ്മ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇപ്പൊ മനസ്സിലായി? അത് കറക്റ്റ് ചെയ്തിട്ട് വേണം ഉപാസിക്കാൻ, അപ്പോഴേ ഈ കണക്ഷൻ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അതാ ഫലം കിട്ടാതെ നെഗറ്റീവ് ഒക്കെ ഇടയ്ക്ക് വരുന്ന വാദ വരുന്നതിൻ്റെ ഒക്കെ കാര്യം അതാണ് കേട്ടോ. അത് വന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറും. രീതി മാറ്റി ഈ അമ്മ എന്നുള്ളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറേ വീഡിയോസ് കാണാം, മറ്റേ മാതൃത്വത്തിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ. കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാർ പരിപാലിക്കുന്നത്, എല്ലാ മൃഗങ്ങളുടെയും, ഒരുപാട് മൃഗങ്ങളുടെ. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും, ഞാനീ പറഞ്ഞ സാധനം അതൊരു വ്യക്തിയല്ല എന്നുള്ളത് മനസ്സിലാവും. ആർക്കിടെക്റ്റ് മാറ്റിയാൽ മതി ഉള്ളിലെ കൊച്ചിലത്തെ അവസ്ഥയിലേക്ക്. എങ്ങനെയാണൊരു കുഞ്ഞു വളരുന്നത്? എത്ര ദിവസം എടുത്തുകൊണ്ട് നടന്നിട്ടാണ് അല്ലേ? ഒരു കൊച്ചിനെ ഇപ്പം ഒരു 2-3 വയസ്സുള്ള കൊച്ചിനെ ഇയാളായി തരുക, ഒരു 5 മണിക്കൂർ നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. നിങ്ങളുടെ സ്വസ്ഥത പോയി. ഈ ഒരു 4 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞ് ഇറങ്ങി അവിടെ എവിടെയൊക്കെ നടക്കും. ഇതിൻ്റെയൊക്കെ പുറകിന് പോകണം. റോഡുണ്ട് അപ്പുറത്ത്,
റോഡിലിറങ്ങിപ്പോയാൽ എന്ത് പറ്റും? ബോധമില്ലാതെ. നിങ്ങളപ്പോൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് ഇന്ന് കൊടുക്കേണ്ട വർക്കാണ് നിങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കും, ഇന്ന് കൊടുക്കണ്ട. നിങ്ങളപ്പം ഭ്രാന്ത് പിടിച്ചിട്ട് ഈ കൊച്ചിനെ പുറകെ പോകും അല്ലേ? അപ്പം ഒരു വ്യക്തി അയാളുടെ എൻജോയ് ചെയ്യേണ്ട സിനിമയൊക്കെ കണ്ട് എൻജോയ് ചെയ്യേണ്ട സമയം കളഞ്ഞിട്ട് 5 മണിക്കൂർ അവിടെ കൊടുക്കുമ്പോൾ ആണ് ആ കൊച്ച് അത്രയും 5 മണിക്കൂർ വളരുന്നത്. അല്ലെ 5 ദിവസം 5 വർഷം, അങ്ങനെ ഒരു 19 വർഷം 18 വയസ്സ് കഴിയുമ്പോൾ പ്രായപൂർത്തിയാകും. ഈ 18 വയസ്സ് കഴിയുന്നവരെ 18 വർഷം ഒരു സ്ത്രീ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അല്ല ഒരു അച്ഛനോ അമ്മയോ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവരുണ്ടാക്കി തന്ന പൈസ നമുക്ക് തിരിച്ചു കൊടുക്കും. സമയം കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പം നിങ്ങൾക്ക് അവരെ ഏത് രീതിയിലാണ് അവരെ നിങ്ങൾക്ക് മോശം പറയാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. വലുതായി കഴിയുമ്പോൾ അയാളുടെ വല്ല വ്യക്തി നിങ്ങളോട് ചിലപ്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. വ്യക്തികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ ഇതുണ്ട്. ഒരു നിയമവും ഇല്ല. നിങ്ങൾ മോനാന്ന് നിങ്ങൾ വിചാരിക്കുന്നോട്ട് അവർ ചിന്തിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവും. പക്ഷെ ഈ 19 വർഷത്തെ കടവിടെ കിടക്കും. അത് നിങ്ങൾ ഏത് ഇതുകൊണ്ട് അത് തുലനം ചെയ്യും? തിരിച്ചു കൊടുക്കും. എങ്ങനെ നിങ്ങൾക്കത് വീട്ടാൻ പറ്റും? അല്ല, അവിടെ ആ വ്യക്തിയെ തന്നെ കൊണ്ടുവരണം. ആ വ്യക്തി 19 വർഷം നിങ്ങൾക്ക് വേണ്ടി ടൈം ഹോമിച്ചിട്ടില്ലേ? അവർ നല്ല രീതിയിൽ സിനിമ കണ്ടിട്ടില്ല, അല്ല നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഈ ടെൻഷൻ കൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ പലതും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. നല്ല ഡ്രസ്സുകൾ എടുക്കാതെ നിന്നിട്ടുണ്ടാവും. പലപ്പോഴും നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. 19 വർഷം എത്ര ദിവസമാണ്? എത്ര മണിക്കൂർ ചേരുന്ന ഒരു ദിവസം? അങ്ങനെ എത്ര ദിവസം ചേരുന്ന 19 വർഷം? ചുമ്മാ അങ്ങ് പോകുമോ? അത്ര നാള് ഈ പുള്ള പല എൻജോയ്മെന്റുകളും പല കാര്യങ്ങളും ഒക്കെ വീട്ടി വെച്ച് പല കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടായിരിക്കും ഒരു കുട്ടി വളർന്നു വരുന്നത്. നമുക്ക് തോന്നുന്നു നമ്മളൊക്കെ ജന്മന ഇത്ര ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പല കുഴപ്പങ്ങളാണ് മാതാപിതാക്കൾക്ക്. ഒരു മനുഷ്യരില്ല. നാളെ നമ്മളോട് നമ്മളെ പിള്ളേരോട് ചോദിക്കുമ്പോൾ അറിയാം, അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു, ഒന്നുകൂടായിരുന്നു കഴുത്ത് ജനിച്ചപ്പോൾ. ഞാൻ പറഞ്ഞു എന്നെ നോക്കാൻ ഇങ്ങനൊക്കെ ചോദിക്കാം. അന്നേരം അതിന് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട്. അത്രയും വർഷം അവർ ഇത് ചെയ്തിട്ടാണ് നമ്മളെ വളർത്തിയിട്ടുള്ളൂ. ഇത് വന്നു കയറുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല, ഭാര്യമാരും അങ്ങനെയുള്ളവർ. നമ്മുടെ ഉള്ളിൽ അതുണ്ടാകും. അതുകൊണ്ട് ക്ഷമിക്കാൻ പറ്റണം. അവരെന്തോരം ക്ഷമിച്ചിട്ടാണ് നമ്മൾ ഇത്രയും വളർന്നത്. നമ്മൾ എത്ര ചവിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ, വയറ്റിൽ കിടന്ന പോലും. മുലയൊക്കെ കടിച്ച് പറിച്ചിട്ടുണ്ട്. വേദന എടുത്തിട്ട് കരയും പെണ്ണുങ്ങളിൽ. പിന്നെ മുല കൊടുക്കും ആ കൊച്ചിന്. എന്തുകൊണ്ട്? അപ്പൊ എത്രമാത്രം നമ്മൾ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവർ ഇത്രയും ക്ഷമിച്ചിട്ട് വലുതാകുമ്പോൾ അവരുടെ ചില ഓർമ്മക്കുറവ് കൊണ്ടോ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഷൻ്റെ ചേഞ്ചസ് കൊണ്ടോ അവർക്കുണ്ടാകുന്ന ചില പരിമിതികളുണ്ട്, ചില കേൾവിക്കുറവ് കൊണ്ട്. ഒന്നുകൂടെ പറയാൻ നമുക്ക് മടിയാ. കേൾവിയുള്ള ഒരമ്മയോടോ അച്ഛനോടോ ഒന്നുകൂടെ പറഞ്ഞ മോനെ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരുവാണ്. പക്ഷെ നമ്മളോടൊരു ആ എന്നുള്ളൊരു അക്ഷരം നമ്മളെ കൊണ്ട് ഒരു 100 തവണ എഴുതിച്ചിട്ട് അവർ നമ്മളെ പഠിപ്പിച്ചു. ആ ക്ഷമ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പക്ഷെ അങ്ങോട്ടത് കാണിക്കത്തില്ല. തെറ്റല്ലേ? ഇല്ലേ? നമ്മളൊക്കെ നേടുന്ന വിദ്യാഭ്യാസം എന്ത് യോഗ്യതയാണ്? കൾച്ചർ ഉണ്ടാവാനാണ് വിദ്യാഭ്യാസം. അപ്പൊ നമുക്ക് പോട്ടെന്ന് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മയോട് പോലും നമ്മൾ നമ്മുടെ മൈൻഡ് എത്ര ക്രൂരമാണെന്ന് ആലോചിച്ചു. എത്ര നാൾ എടുത്തുകൊണ്ട് നടന്നിട്ടാണ് ഒരു കൊച്ചു നടക്കാനാണ്. അത് പറ. നമ്മളെ അങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു. നമ്മൾ ഇത്രയും വലുതായുണ്ട്, ഇങ്ങനെ ആയിരുന്നു ജന്മനാണെന്ന് തോന്നുവാണ്. അതാണ് ഈ കളിയേ, മായയുടെ കളി എന്ന് പറയും. നമ്മളൊരു കൊച്ചിനെ എടുത്തുകൊണ്ട് നടന്നില്ല. അത് ഇത്ര നാൾ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് നമ്മളെ. അങ്ങനെ നമ്മളെ ഒരാൾ ചുമക്കുകയാണെങ്കിൽ എത്ര രൂപ വെച്ച് കൊടുക്കണം ഒരു ദിവസം? പറ. ഇപ്പോഴാണ് നമ്മൾ ഒരാൾ എടുത്തുകൊണ്ട് നടക്കുക. ഡെയിലി വേതനാണെങ്കിൽ ഒരു ദിവസം 1000 രൂപ വെച്ച് നമ്മൾ കൊടുത്താൽ ഒരു മാസം 30,000 രൂപ. അങ്ങനെ 12 വർഷം അല്ല 12 മാസം 3,60,000. അങ്ങനെ ഒരു 2 വയസ്സ് വരെ എന്തായാലും എടുത്തുകൊണ്ടൊക്കെ നടക്കും. അപ്പൊ എത്രയായി?
അപ്പൊ തന്നെ 8 ലക്ഷം രൂപയോളം ചെലവായി. അപ്പൊ തന്നെ. അപ്പൊ അതിന്റെ ഇത്ര നാളത്തെ പലിശയെ കൂടെ കൂട്ടി എത്ര ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന ഒരാളിനോട് നമ്മൾ തിരിച്ച് ഒന്നും പറയാൻ പാടില്ല. 2 അടി കിട്ടിയാൽ കൊണ്ടുപോകണം. അവിടെ ഇപ്പുറത്തൂടെ നമ്മൾ സേഫ്റ്റി. അതാ നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് പോകുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഇങ്ങനെയുള്ള ആളോടൊന്നും നമുക്ക് സംസാരിക്കാൻ യോഗ്യതയില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. അവർക്ക് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കാൻ ഒരു യോഗ്യതയില്ല. അമ്മ എന്ന് പറയുന്ന ഒരു ആശയത്തിനോട് തോപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. അവരെ ഒരിക്കലും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല ഒരു രീതിയിലും. പരാജയപ്പെട്ടു നമുക്ക് പരാജയപ്പെട്ടു നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ വിഡ്ഢിത്തരോ. നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ആൾറെഡി പരാജയപ്പെട്ടവരാണ് അവരിലേക്ക്. അപ്പം നമ്മൾ എന്ത് തക്കസ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ ഏജ് കൊണ്ട് പോലും അവരെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ മക്കൾക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റും. പരാജയപ്പെടുത്തും. പക്ഷെ ഫിസിക്കലി ഒരടി കൊടുത്താൽ അവിടെ മിണ്ടാതെ അവിടെ ഇരുന്നോളും മോങ്ങിക്കൊണ്ട്. അതൊക്കെ നമ്മുടെ പരാജയം. സത്യത്തിൽ നമ്മളിത് അറിയുന്നില്ല. കാരണം നമ്മുടെ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ലോസിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ മാനസിക രോഗം ഇപ്പോൾ കളന്ന് കിടക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കത്തില്ല. അതുപോലെ തന്നെയാണ് മാനസിക ബുദ്ധിമുട്ടുകൾ വരുന്നത് ആളുകൾക്ക്, പ്രായമുള്ളവർക്ക്. അവർ പല കുത്തികേടുകളും വിവരക്കേടുകളും ഒക്കെ കാണിക്കും. ഒരാൾ പറഞ്ഞോട്ട് 1.5 ലക്ഷം രൂപ വിലയുള്ള മൊബൈൽ താഴെ വീണ് പൊട്ടി. അമ്മ എടുത്തോണ്ട് വന്ന സംസാരിച്ചോണ്ടിരുന്നപ്പം സുഹൃത്ത് പറഞ്ഞ, അയ്യോ മൊബൈൽ താഴെ വീണ് പൊട്ടി. ഓ ഉമ്മ അത് മേടിക്കണ്ട, അത് 10,000 രൂപയുടെ മൊബൈലാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഞാനങ്ങ് പേടിച്ചു പോയി. നീ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലയോ, ഞാനങ്ങ് പേടിച്ചു പോയി. പേടിക്കാമെന്നല്ലോ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ ചോദിക്കടാ, ഒരു 1.5 ലക്ഷം രൂപയുടെ ഫോണല്ലേ ഇവിടെ. ഇനി അത് പറഞ്ഞ അമ്മയെ വിഷമിപ്പിക്കാം, ഉമ്മയെ വിഷമിക്കണ്ട. ഇപ്പൊ വേണം 2 വർത്താനം അങ്ങോട്ട് പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടും. 2 തെറി അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഞാൻ ഐറ്റി അങ്ങ് പോയി. പക്ഷെ അവരുടെ ഉള്ളിൽ കയറത്തില്ലേ? അവർക്കത് വിഷമമാവത്തില്ലേ? ഇങ്ങനെ ഒരു മനസ്സുണ്ടോ എന്ന് അറിയണം നമുക്ക്. അതാണ് വിഷയം. അങ്ങനെ ഉണ്ടായാലും നമ്മളൊക്കെ ഒരു ഉയർച്ചയിൽ എത്തുന്നു. ഓട്ടുന്ന അവൾ ഉള്ള കാലം അവർക്ക് മാക്സിമം സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക. അവർക്ക് ഇഷ്ടം എന്തെങ്കിലും വിവരക്കേടാണെങ്കിൽ ആ വിവരക്കേട് ചെയ്യാനാണ് ഇരിക്കും. മനസ്സിലായോ? നമ്മുടെ സേഫ്റ്റി നോക്കണം, ഇല്ലെന്നല്ല, എന്നാലും മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മൾ ആ രീതിയിലേക്ക് കണ്ടെല്ലാം പോട്ടെന്ന് വെക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അർത്ഥം അല്ലേ? വലിയ തിരക്കിലൊക്കെ ജോലി എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പടം വരച്ചിട്ട് കൊണ്ട് കാണിക്കാം. അമ്മേ ഞാൻ വരച്ച പടം കുഞ്ഞായിരുന്നു, നമുക്ക് ഒന്നിനും കൊള്ളത്തില്ലെങ്കിലും ആ കൊള്ളാലോ മോനെ, അടിപൊളിയായല്ലോ അങ്ങനെ പറയും. എത്ര തിരക്കായാലും. ഇപ്പൊ നമ്മളോട് വലുതായി കഴിയുമ്പോൾ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അങ്ങനെ ജോലി ചെയ്താണ്ടില്ലയോ അല്ലേ ചെയ്യാതെ. ഇതാണ് നമ്മളോട് എത്ര ആശം അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഓർക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയൊരു കൺസെപ്റ്റാണ്. അമ്മ എന്ന് പറയുന്ന ഒരു വലിയൊരു കൺസെപ്റ്റാണ് എന്ന് തിരിച്ചറിയണം. അതിനെ നമ്മളൊരു വ്യക്തിയിലേക്ക് കൊണ്ടുപോകണം. അല്ലെ വ്യക്തിയുടെ ഇപ്പോഴത്തെ, അത് നേരത്തെ അല്ല ഇപ്പോഴത്തെ ചില കുഴപ്പങ്ങളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യുന്നു. അത് കണക്ട് ചെയ്യരുത്. അത് വളരെ ചെറുതാക്കുവായിരുന്നേ. അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് പഠിക്കുക. അമ്മ എന്നുള്ള ആശയത്തെക്കുറിച്ച്, അതെങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുടെ മാതൃത്വം എന്ന് പറയുന്ന ഒരു ദേവതയാണ്. അതാണ് നമ്മൾ ആദിപരാശക്തി എന്ന് പറയുന്നത്. ഈ ദേവത എങ്ങനെ ആ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ മൃഗങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു, നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു, നമ്മുടെ അമ്മമാരിലൂടെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഭാര്യയിലൂടെ പ്രവർത്തിക്കുന്നു. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഭാര്യ നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന കണ്ടാൽ അറിയാം നമ്മളോട് എങ്ങനെയായിരുന്നു നമ്മുടെ അമ്മ. അപ്പൊ നമുക്ക് ഭയങ്കര ഇതൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും അല്ലേ? നമ്മുടെ ഭാര്യ നമ്മളെ കൊച്ചിനെ എങ്ങനെ നോക്കുന്നേ? എന്തെങ്കിലും വന്നാൽ നമ്മൾ പോലും ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെന്തിനാ വഴക്ക് പറയുന്നത് എന്റെ കൊച്ചിനെ? അവൻ ശരിയായിക്കോളൂ. നീ ആ ഈ കൊച്ചിനെ ഇങ്ങനെ വഷളാക്കണം. ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾ വഴക്ക് പറയണ്ട, ഞാൻ പറഞ്ഞോളാം അല്ലേ? അത്രയ്ക്ക് നെഞ്ചോട് ചേർത്ത് വെച്ചാ വളർക്കുന്നത് തന്നെ. അച്ഛനെ കൊണ്ടേയാക്കുകയും ചെയ്യും. അച്ഛനെ കൊണ്ട് അടിപ്പിക്കും കേട്ടാ. അച്ഛനൊക്കെ ചീത്ത, കൊച്ചിന് മനസ്സിലായി അച്ഛൻ വില്ലൻ, അമ്മ നല്ലത് അല്ലേ? അച്ഛനെ കൊണ്ട് അടിപ്പിക്കും.
അവള് കുണ്ടകളെ വിട്ട് അടുപ്പിക്കുന്നു പറഞ്ഞ അച്ഛനെ വിട്ട് അടുപ്പിക്കും കേട്ടാ. അച്ഛനെ വിളിക്കണോ? വേണോ? അച്ഛനെ വിളിക്കണോ? വേണ്ടോ? അല്ലേ? അതാ കൊച്ചിന്റെ മനസ്സിൽ അച്ഛൻ ചീത്ത, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ തള്ളമാതൃത്വം, അതാണ് മാതൃത്വം എന്ന് പറയുന്ന സാധനം, അത് കണ്ടുപിടിക്കണം. അങ്ങനെ വളർത്തിയതാ നമ്മളെ. ഒരു പനി വരുമ്പോ ടെൻഷനാ, മനസ്സിലായോ? അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവും. അങ്ങനെ വളർത്തിയതാ. അപ്പൊ അതൊക്കെ നമ്മൾ ഓർക്കണം. ക്ഷമിക്കാൻ പറ്റും, എല്ലാവരും ക്ഷമിക്കുക, സകലോടും ക്ഷമിക്കുക. ക്ഷമ ക്ഷമ ക്ഷമ. ഇല്ലെങ്കിൽ വിവരമാണ്. നാട്ടിലായാലും നമ്മൾ വന്ന് വഴക്കും അടിയിലോട്ടാക്കിട്ടെ അതൊക്കെ നമ്മൾ വലിയ അടിയുണ്ടായിരുന്നു. അവസാനം കോടതിയിലൊക്കെ 2 ദിവസം പോയി അങ്ങനെ 3-4 ദിവസം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യും. ഏതെങ്കിലുമൊക്കെ വിവരമുള്ളവർ വന്ന് 2 പേരും വിളിച്ചെത്തി പോട്ടെ എന്നൊക്കെ സെറ്റിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അടിയിൽ ചെയ്യുന്നല്ലേ. അവരെയൊക്കെ താങ്ങേണ്ടി വന്നു പോലീസുകാരെ, അവരെ അവസാനം ആരെങ്കിലും വഴി കൂടെ ഒന്നുമില്ല. അതാണ് ക്ഷമിച്ചില്ല വിവരം അറിയുന്നത്. പ്രപഞ്ചം നിങ്ങളെ ക്ഷമ പഠിപ്പിക്കും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഓരോ കുട്ടികളും വളരുന്നത് അച്ഛൻ്റെ അമ്മയുടെ വിയർപ്പാണ്, അധ്വാനമാണ്, അല്ലേ? തെളിവ് സിനിമ പറഞ്ഞോട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ ഉള്ളിത്തീയ ആ പൈസ കൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഓരോ അച്ഛനും അമ്മയെ പിള്ളേരെ വളർത്തന്നെ മാറ്റി വെച്ചിട്ട്. അത് ഓർക്കുക. അതുകൊണ്ട് എല്ലാം ക്ഷമിക്കുക. അപ്പൊ തന്നെ നിങ്ങൾ കുറച്ചങ്ങ് ഒരു പൊടിക്ക് ഒതുങ്ങിയ നിങ്ങളിലേക്ക് ദേവി വരും. ആ ഒതുങ്ങാത്തതിൻ്റെ കുറവാണ് നിങ്ങൾക്ക്, വേറെ കുഴപ്പമൊന്നും കേട്ടോ. ഞാനെന്തോ സംഭവമാണെന്ന് ഇടയ്ക്ക് എപ്പോഴും തോന്നിപ്പോയി, അത്രേ ഉള്ളൂ. നമുക്കെല്ലാം ഉണ്ട് ഇത്, എനിക്കും ഉണ്ട് ഇതൊക്കെ. ഞാനത് പാടുപെട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ്.